നമ്മളെ കൂടെ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടറെ ഭാര്യയുടെ അച്ഛന് ഉണ്ടായിരുന്ന ഒരു പെർക്കിൻസൺസ് നമുക്കറിയാം. കൈ വിറ, കഴുത്തെല്ലാം വിറയുന്ന ഒരു രീതിയാണ്. കൈയെല്ലാം ഇങ്ങനെ വെറുതെ വിറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്, തുടക്കം ചിലപ്പോൾ കൈ മാത്രമായിരിക്കും വിറക്കുന്നത്. അത് പിന്നെ കൂടി 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 അത് കഴുത്തിലേക്കും ശരീരത്തിന്റെ മൊത്തം ഭാഗത്തേക്കും മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പെർക്കിൻസൺസിനെ പറ്റി ഞാനൊന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് മനസ്സിലായത്, ഇത് തലയിലെ ബ്രെയിനിലെ സെല്ലുകൾ നശിക്കുന്ന കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ പോയി അവിടെ പേസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടയിൽ ഞാൻ അവരോട് ചോദിച്ച് മക്കൾ ഇവിടെ പോയി എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഒരു പെർക്കിൻസൺസ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്, അതുകൊണ്ട് മക്കൾ അവിടെയാണുള്ളത്. അപ്പോ ഞാൻ ഇറങ്ങുന്ന സമയത്താണ്. അപ്പോ ഞാൻ ചോദിച്ചു ഇവരോട്, പെർക്കിൻസൺസ് ആണ്, നിങ്ങൾക്ക് 95 നെർവ് എനർജിയും കൊടുത്താൽ പോരെ? അപ്പോ ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ആള് പക്കാ നെഗറ്റീവ് ആണ്. പൊതുവെ ഒരിക്കലും എന്താവൂല, ഇത് കുടിച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാള്. അയാളെ ഭാര്യയാണ് ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കുകയും കൊടുക്കുകയെല്ലാം ചെയ്യാം. അപ്പോ അയാൾ എന്നോട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ വീട്ടിൽ തന്നെ അവരെ മാമൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, മാമൻ ഇതങ്ങ് കൊടുത്താൽ പോരെ? അത് നമ്മൾ ഒന്ന് ബ്ലോക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ അനിയനും ഇത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസിനെ പറ്റി അറിയാം. പക്ഷെ എന്റെ അനിയൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിച്ചില്ല. ഞാൻ വീട്ടിൽ പൊളിച്ചു വെച്ച പേസ്റ്റ് അല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റും ഇന്ന വരെ അനിയൻ ഉപയോഗിച്ചില്ല. അനിയന് താഴോട്ട് മാത്രം ഏകദേശം 10-60 ലക്ഷം ബിസിനസ് വോളിയം കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എന്തായി ബോധ്യ, അപ്പം വീട്ടിലുള്ള മാമ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയാണ് കാരണം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഇഷ്ടം. കാരണം ഇത് കൂടി കൂടി പിന്നെ ഇപ്പൊ ഗ്ലാസ്സിൽ ചായ കൊടുത്താൽ കുടിക്കാൻ പറ്റും. അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഗ്ലാസ് ഒന്നും കയ്യിൽ പിടിക്കാത്തൊരവസ്ഥ വരും. കഴുത്ത് പറയുന്ന രീതിയിലേക്ക് വരും. ഇതെല്ലാം പറഞ്ഞ സമയത്ത് ഏതായാലും ഭാര്യന്റെ അച്ഛനല്ലേ, ഭാര്യക്ക് ഏതായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ അത് നിങ്ങൾ ഇഷ്ടം, നിങ്ങൾ കൊടുക്കുന്നേ കൊടുക്കാൻ, കൊടുക്കുന്നില്ലേ കൊടുക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് ഇത് കൂടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം, അല്ലാണ്ട് ഇത് കുറയാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു 10-12ഓളം ഗുളികകൾ കഴിക്കുന്നുണ്ട്. ആ സമയത്താണ്, വൈകുന്നേരമായ സമയത്ത് അവര് വിളിച്ച് ഏതായാലും നിർബന്ധമായിട്ടും വേണം, ഞങ്ങൾ പൊമ്മക്കളെല്ലാരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ 4 പേരും കൂടെ എന്താക്കാ, 95 നെർവ് എനർജിയും കൂടെ കൊടുക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഇപ്പൊ 3 മാസം ഉപയോഗിച്ചതിന് ശേഷം നമ്മളിപ്പോ കൈ മടക്കി പിടിച്ചിട്ടുണ്ടാവും. മടക്കി പിടിച്ചെന്ന് വെച്ചാൽ ഇപ്പോ പ്രായമായ ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ അവർ പിടിക്കുക? ഒന്ന് മടക്കി പിടിച്ചിട്ടുണ്ടാവുക. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് അവരെ കൈ ഉണ്ടായിരുന്നത്. അതിപ്പോ നേർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 3 മാസം ഉപയോഗിച്ച് അത് നേരെ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു മൂന്നാമത്തെ ബോട്ടിൽ ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-8 മാസം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നെഗറ്റീവ് പറഞ്ഞ ഭർത്താവ് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നെഗറ്റീവോ കാര്യങ്ങളോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വാസത്തോടു കൂടി കൊടുക്കുക, നല്ല റിസൾട്ടുകൾ ഉണ്ടാവും. ഏതായാലും ഉപയോഗിക്കാത്ത ആളുകൾ വെറുതെ എങ്കിലും 95 ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു പെർക്കിൻസൺസ് എല്ലാം വരാനൊന്നും നമ്മൾ കാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു.